ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയുടെ വിശദാംശങ്ങളിലേക്കാണ്. കൊച്ചി പള്ളുരുത്തിയിൽ കത്തിക്കുത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു. കച്ചേരിപ്പടി സ്വദേശി ലാൽജുവാണ് കൊല്ലപ്പെട്ടത്. പ്രതി ഫാജിസിനായി പോലീസ് തിരച്ചിലുണ്ട്. രണ്ടുപേരെ കുത്തിയ ശേഷം പ്രതി കടന്നുകളയുകയായിരുന്നു. ആദിത്യൻ ഓമനക്കുട്ടനുണ്ട് വിശദാംശങ്ങളുമായി. ആദി, എപ്പോൾ നടന്ന ആക്രമണമാണിത്? ഈ പ്രതിയെക്കുറിച്ചുള്ള എന്തെങ്കിലും സൂചനകൾ പോലീസിന് ലഭിച്ചോ? അനശ്വര, ഇന്ന് വൈകിട്ട് 7 മണിക്ക് ശേഷം 8 മണിയോടെയാണ് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായത്. രണ്ടുപേരെ കുത്തിയ ശേഷം പ്രതി കടന്നു കളയുകയായിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിച്ച വിവരം അനുസരിച്ച് ഇതൊരു പ്രതികാര കൊലയാണോ എന്ന രീതിയിലാണ് പോലീസ് അന്വേഷിക്കുന്നത്. കാരണം ഈ മരണപ്പെട്ട ലാൽജു 2021 കുമ്പളങ്ങിയിലെ നടന്ന ഒരു കൊലപാതക കേസിലെ 2ാം പ്രതിയാണ്. അതുകൊണ്ട് തന്നെ ഇത് ഒരു പ്രതികാര കൊലയാണോ എന്ന രീതിയിൽ പോലീസ് അന്വേഷിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ പ്രതിയായ ഫാജിസ് ഇതിന് മുൻപും കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ ലഹരി കൈമാറ്റം, ലഹരി മാഫിയ സംഘങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ എന്ന തരത്തിലുള്ള ഒരു ആക്രമണമാണോ, കത്തിക്കുത്താണോ നടന്നത് എന്ന രീതിയിലാണ് ഇപ്പോൾ പോലീസ് അന്വേഷണം ആരംഭിക്കുന്നത്. എന്തായാലും 2 പേരെ കുത്തിയ ശേഷം പ്രതി ഫാജിസ് അവിടെ നിന്ന് കടന്നു കളയുകയായിരുന്നു. പരിക്കേറ്റ ലാൽജു ആണ് സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് മരിച്ചത്. അതോടൊപ്പം തന്നെ ലാൽജുവിനോടൊപ്പം ഉണ്ടായിരുന്ന മറ്റൊരാൾക്കും കുത്തേറ്റിട്ടുണ്ട്. അയാളും ഗുരുതര പരിക്കോടെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. പ്രതിക്കായി തിരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്. പ്രതിയുടെ ഫോട്ടോ ഉൾപ്പെടെ നൽകിക്കൊണ്ട് പുറത്തു വിട്ടുകൊണ്ട് പ്രതിയെ കാണുന്നവർ കൺട്രോൾ റൂമിൽ വിവരം അറിയിക്കുക എന്നുള്ള നിർദ്ദേശമാണ് പോലീസ് നൽകിയിട്ടുള്ളത്. കൊച്ചിയിലാകെ പ്രതിക്കായി തിരച്ചിൽ നടത്തുകയാണ്. ഞൊടിയിടയിൽ പ്രതി കടന്നു കളയുകയായിരുന്നു. അതായത് കൃത്യമായി ഇവരെ കൊലപ്പെടുത്തുക, ആക്രമിക്കുക എന്ന ഉദ്ദേശത്തോടെ തന്നെ എത്തുകയും ആക്രമണം നടത്തിയ ശേഷവും പ്രതി ഞൊടിയിടയിൽ അവിടെ നിന്നും സംഭവ സ്ഥലത്ത് നിന്നും മുങ്ങുകയായിരുന്നു. എന്തായാലും പ്രതിക്കായി തിരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്. ഇതൊരു മുൻവൈരാഗ്യത്തിന്റെ പേരിലുണ്ടായ പ്രതികാര കൊലയാണോ എന്ന രീതിയിലാണ് ഇപ്പോൾ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുള്ളത്. മുൻപ് കുമ്പളങ്ങിയിലുണ്ടായ ഒരു കൊലപാതക കേസിലെ 2ാം പ്രതിയാണ് മരണപ്പെട്ടിരിക്കുന്ന ലാൽജു.